നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതിനെല്ലാം പിന്നിൽ സെബാസ്റ്റ്യനാണ് എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ ഒരു 65 വയസ്സുകാരന് മുന്നിൽ കേരള പോലീസ് തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ഒരു മലയാള സിനിമയിലെ രംഗങ്ങളോട് സാദൃശ്യമുള്ളതാണ് പോലീസിന്റെ ഈ വെളിപ്പെടുത്തൽ. കൺമുന്നിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ ഉണ്ടായിട്ടും കേസ് തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥ. കാണാതായ 3 സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടും കേരള പോലീസിന് ഒരു 65കാരന് മുന്നിൽ പല ആവർത്തി തോറ്റുപോയത് എന്തുകൊണ്ടാണ്? ഇനി എന്താണ് മുന്നിലുള്ള വഴി? ഒടുവിൽ അയാൾ കുരുങ്ങുമോ? ഒരു ക്രൈം ത്രില്ലർ പോലെയാണ് പള്ളിപ്പുറത്തെ ദുരൂഹതകൾ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം കൃത്യമായി തന്നെ പോലീസിനുണ്ട്. പല കാലങ്ങളിലായി 3 സ്ത്രീകളെ കാണാതായതിന്റെ ദുരൂഹതയ്ക്ക് നടുവിൽ സംശയമുനയിൽ നിൽക്കുകയാണ് ആലപ്പുഴ പള്ളിപ്പുറം ചെങ്ങംതറയിൽ CM സെബാസ്റ്റ്യൻ എന്ന 65കാരൻ. കാണാതായ 3 സ്ത്രീകളുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 3 പേരുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്നാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് എന്തെങ്കിലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. സംശയമുനയിൽ നിൽക്കുന്ന സെബാസ്റ്റ്യനെതിരെ മറ്റ് 2 കേസുകളിൽ കുറ്റം ചുമത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ചേർത്തല തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ നിർണായക വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. കേസിൽ ആദ്യം കാണാതായ ബിന്ദു പത്മനാഭന്റെ പേര് അറിയാമെന്ന് സെബാസ്റ്റ്യന്റെ ഭാര്യ വ്യക്തമാക്കുന്നു. ബിന്ദുവിനെ ഒഴികെയുള്ള പേരുകൾ സെബാസ്റ്റ്യൻ പറഞ്ഞു കേട്ടിട്ടില്ല എന്നും വെളിപ്പെടുത്തി. ബിന്ദുവിന്റെ പേര് എറണാകുളത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. ഇവർ ആരുമായും സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ മോശം പെരുമാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ഭാര്യ വ്യക്തമാക്കുന്നത്. 2008 സെബാസ്റ്റ്യനുമായുള്ള വിവാഹം. 17 വർഷം ഒരുമിച്ച് ജീവിച്ചു. തന്നോടും കുഞ്ഞിനോടും എല്ലാവരോടും വളരെ സ്നേഹമുള്ള വ്യക്തിയായിരുന്നുവെന്നും കൂളായിട്ടാണ് എപ്പോഴും നടക്കാറുള്ളതെന്നും അവർ പറയുന്നു. ഇത്തരമൊരു കാര്യം ചെയ്യുമെന്ന് തോന്നിയിട്ടില്ല എന്നും വ്യക്തമാക്കി. സെബാസ്റ്റ്യൻ സാധുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം. പിന്നീടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നും അവർ വ്യക്തമാക്കി. ബിന്ദു പത്മനാഭന്റെ പേര് അറിയാം. ബിന്ദുവിന്റെ ഒഴികെയുള്ള പേരുകൾ സെബാസ്റ്റ്യൻ പറഞ്ഞു കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ പേര് എറണാകുളത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. ഈ സ്ത്രീകൾ ആരുമായും സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇതുവരെ മോശം പെരുമാറ്റം ഉണ്ടായിട്ടില്ല. കുടുംബത്തിനകത്തും പുറത്തും സൗമ്യനാണ്. ആരോടും മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിട്ടുമില്ല. സെബാസ്റ്റ്യനെ കുറിച്ച് കേൾക്കുന്ന വിവരങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സെബാസ്റ്റ്യന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പ്രമേഹ രോഗിയാണ്. കാലിന് പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും അവർ പറയുകയാണ്. അതായത് ഭർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഭാര്യയായിട്ട് സെബാസ്റ്റ്യൻ ആ ഭാര്യയെ വളർത്തുകയായിരുന്നു എന്ന ചോദ്യമുണ്ട്. കാരണം അത്രയും സൈക്കോ തരങ്ങൾ നിറഞ്ഞ, അത്രയും കൂർമ്മ ബുദ്ധിക്കാരനായ ഈ പറയുന്ന 65കാരൻ ഇങ്ങനെയൊക്കെ തന്നെ കെട്ടുകഥകൾ ഉണ്ടാക്കി 4 പേരെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പാവം ഭാര്യയെ പറ്റിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? എന്തായാലും മകളടക്കമുള്ളവർ ഈ സെബാസ്റ്റ്യനുണ്ട്. എല്ലാവരും ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്തകൾ കേൾക്കുന്നത്. എന്തായാലും സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. 2008 വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നോടും കുഞ്ഞിനോടും എല്ലാവരോടും. ഇല്ല ഒരു പ്രശ്നവുമില്ല. പുള്ളി നല്ല കൂളായിട്ടാണ് എപ്പോഴും നടക്കുന്നു എടുക്കും. ഇല്ല ഒന്നും തോന്നിയിട്ടില്ല. സെബാസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്, സെബാസ്റ്റ്യൻ ഒരു സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം. ഇനി പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. കാലാണെങ്കിൽ പഴുത്തെപ്പോഴും ചെയ്യാതെ ഇൻഫെക്ഷൻ ആകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഷുഗർ താന്ന് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഇതിന് പോകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവര് ഇങ്ങനെ പറയുന്നത് നമ്മളത് വിശ്വസിച്ചിട്ടില്ല ഞാനിപ്പോഴും. ഇനി എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ബിന്ദുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരുടെ ആരുടെയും പേര് ഞാൻ കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ പേര് കേട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കെട്ടിച്ചെല്ലുമ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ എറണാകുളത്ത് ബിന്ദുവിനോട് മേടിച്ച ഒരു വസ്തുവാണെന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. പിന്നെ ഈ കേസ് വന്നപ്പോൾ നമ്മൾ ബിന്ദു പത്മനാഭന്റെ ഇത് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റി. എടുത്തായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് വിളിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിലേക്ക്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് പുള്ളിക്ക്. അല്ലാതെ എപ്പോഴും പൈസ ഇങ്ങനെ ഉള്ള ഒരാളല്ല. ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടില്ല. വെറുതെ പറയുന്നതായിരിക്കും, അത് എനിക്കറിയില്ല. സെബാസ്റ്റ്യന്റെ ജോലി വസ്തുവിന്റെ ഇടപാടാ, വസ്തു ബിസിനസ്സാണ്.